ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ യൂണിറ്റ് 1ലെ 3ാമത്തെ ലെസൺ ആണ് നോക്കുന്നത്. ക്രോ ബോയ്, റിട്ടൺ ബൈ താരോ യഷിമ. താരോ യഷിമ എന്ന ഒരു ജാപ്പനീസ് റൈറ്ററാണ് ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. നോക്കാം. ലെറ്റ്സ് റീഡ് എ സ്റ്റോറി ഓഫ് എ ഷൈ ആൻഡ് ക്വയറ്റ് ബോയ് ഹു ഹാഡ് ഇൻക്രെഡിബിൾ ടാലൻറ്റ്സ് ദാറ്റ് മെയ്ഡ് ഹിം സ്പെഷ്യൽ ഇൻ ഹിസ് ഓൺ വേ. വളരെയധികം നാണക്കാരനായ, ശാന്ത സ്വഭാവക്കാരനായ, അതിലുപരി ഒരുപാട് കഴിവുകളൊക്കെയുള്ള ഒരു ബോയിയുടെ കഥയാണ് ക്രോ ബോയ് എന്ന സ്റ്റോറിയിലൂടെ താരോ യഷിമ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. താരോ യഷിമ ഒരു ജാപ്പനീസ് റൈറ്ററാണ്. ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് അവർ വില്ലേജ് സ്കൂൾ വൺ ഓഫ് ദ ബോയ്സ് വാസ് ഫോൺ മിസ്സിംഗ്. ഒരു വില്ലേജ് സ്കൂളാണ്. വില്ലേജ് സ്കൂളിലെ ആദ്യത്തെ ദിവസമാണ്. വൺ ഓഫ് ദ ബോയ്സ് വാസ് ഫോൺ മിസ്സിംഗ്. ബോയ്സിൽ ഒരാളെ കാണാനില്ല. He had hidden himself in a cellar in the school house. സ്കൂളിലെ സെല്ലാർ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് റൂമാണ്. സ്റ്റോർ റൂം എന്നൊക്കെ പറയില്ലേ, സ്റ്റോർ റൂമിൽ അവൻ ഒളിച്ചിരിക്കുകയാണ്. നൺ ഓഫ് us knew him. ഞങ്ങൾക്ക് ആർക്കും അവനെ അറിയത്തില്ലായിരുന്നു. ഹി വാസ് ഡാർക്ക് ആൻഡ് സ്മോൾ. അവൻ ചെറുതായിട്ട് ചെറിയ ഒരു പയ്യനാണ്. ഇരുണ്ട നിറത്തിലുള്ള ചെറിയൊരു പയ്യൻ. ഹി ലുക്ക്ഡ് ഡിഫറെൻറ്റ് ഫ്രം ദി അതർ സ്റ്റുഡൻസ്. മറ്റു കുട്ടികളിൽ നിന്നും അവൻ വ്യത്യസ്തനായിട്ടാണ് കാണപ്പെട്ടത്. അവൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ ഇച്ചിരി വ്യത്യസ്തമാണ്. ഹി ലിവ്ഡ് ഓൺ ദി അതർ സൈഡ് ഓഫ് ദ മൗണ്ടൻ. മലയുടെ അങ്ങേ സൈഡിൽ, അപ്പുറത്തെ സൈഡിലാണ് അവൻ ജീവിച്ചിരുന്നത്. അവൻ്റെ വീടൊക്കെ അവിടെയാണ്. ബിക്കോസ് ഓഫ് ഹിസ് സൈസ് ഹി വാസ് നിക്നെയിംഡ് ചിബി, വിച്ച് മെൻറ്റ് ടൈനി ബോയ്. അപ്പോൾ അവൻ ചെറുതാണ്. മറ്റു കുട്ടികളെ വെച്ച് നോക്കുമ്പം അവൻ ചെറുതാണ്, പൊക്കം ഇല്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ സൈസ് കാരണം അവനെ എല്ലാവരും ചിബി എന്നാണ് വിളിച്ചിരുന്നത്. ചിബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടൈനി ബോയ്, സ്മോൾ ബോയ്, കുഞ്ഞി ബോയ് എന്നുള്ള ഒരർത്ഥത്തിൽ. ചോട്ടു എന്നൊക്കെ വിളിക്കില്ലേ, ഹിന്ദിയിലാണെങ്കിൽ ചോട്ടു എന്ന് വിളിക്കും. അതുപോലെ ചിബി എന്നായിരുന്നു ഇവനെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. ദിസ് സ്ട്രേഞ്ച് ബോയ് വാസ് ടു സ്കേർഡ് ഓഫ് അവർ ടീച്ചർ ടു ലേൺ എനിത്തിങ്. ഈ ബോയ്, സ്ട്രേഞ്ച് ബോയ് എന്ന് പറഞ്ഞാൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണല്ലോ. അതുകൊണ്ട് സ്ട്രേഞ്ച് ബോയ് ആണ്. വാസ് ടു സ്കേർഡ്, ഭയങ്കര പേടിയായിരുന്നു അവൻ്റെ ടീച്ചറെ. ഓഫ് അവർ ടീച്ചർ ടു ലേൺ എനിത്തിങ്, എന്തെങ്കിലും പഠിക്കണമെങ്കിലൊക്കെ അവന് ഭയങ്കര പേടിയായിരുന്നു. ടീച്ചറിനെയൊക്കെ ഭയങ്കര പേടി. ഹി വാസ് ടു സ്കെയർഡ് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് അതർ ചിൽഡ്രൻ. മറ്റു കുട്ടികളുമായിട്ട് കൂട്ടുകൂടാനും അവന് ഭയങ്കര പേടിയായിരുന്നു. സോ ഹി വാസ് ലെഫ്റ്റ് അലോൺ അറ്റ് സ്റ്റഡി ടൈം ആൻഡ് പ്ലേ ടൈം. അതുകൊണ്ട് തന്നെ പ്ലേ ടൈമിലും സ്റ്റഡി ടൈമിലും ഒക്കെ ഇവനിങ്ങനെ ഒറ്റയ്ക്കിരിക്കും. ഹി വാസ് ഓൾവേസ് അറ്റ് ദ ബാക്ക് ഓഫ് എ ക്ലാസ് ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് എ ലൈൻ. അപ്പോൾ ക്ലാസ്സിലൊക്കെ ആണെങ്കിലോ ഏറ്റവും പുറകിൽ പോയിരിക്കും. ഒരു വരി നിൽക്കുകയാണെങ്കിലോ അതിൻ്റെയും ഏറ്റവും പുറകിലായിരിക്കും ചിബി നിൽക്കുക. ബട്ട് ചിബി ഫൗണ്ട് മെനി വേസ് ടു പാസ് ദ ടൈം ആൻഡ് അമ്യൂസ് ഹിംസെൽഫ്. പക്ഷേ ചിബി ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ടു പാസ് ദ ടൈം, സമയത്തെ കൊല്ലാൻ വേണ്ടിയിട്ട്. സമയം പോകണമല്ലോ. ഇവനാണെങ്കിൽ ഒരു കളിയിലും ഏർപ്പെടുന്നില്ല, ഒരു ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സമയം മുന്നോട്ട് നീക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൻഡ് അമ്യൂസ് ഹിംസെൽഫ്, അവനെ തന്നെ സ്വയം ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണത്? ഹി വുഡ് ജസ്റ്റ് സ്റ്റെയർ അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് ഡെസ്ക് ഫോർ എ ലോങ് ടൈം. ഒരുപാട് നേരം അവനിങ്ങനെ ഡെസ്കിൻ്റെ പുറത്ത് നോക്കിക്കൊണ്ടിരിക്കും. സ്റ്റെയർ അറ്റ് എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കും. സംടൈംസ് ഹി വുഡ് ലൈ ഗേസിങ് അറ്റ് ദ സീലിംഗ് ഫോർ അവേഴ്സ്. ചിലപ്പോഴൊക്കെ അവനിങ്ങനെ ഡെസ്കിൻ്റെ മേലെ കിടന്നിട്ട് സീലിങ്ങിലേക്ക് നോക്കിയിരിക്കും, തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കും. ഫോർ അവേഴ്സ്, ഒരുപാട് മണിക്കൂർ വേണമെങ്കിലും അവൻ അങ്ങനെ ഇരിക്കാൻ പറ്റും. ദർ വെർ മെനി തിങ്സ് ടു ഇൻട്രസ്റ്റ് ഹിം. അവന് താല്പര്യമുളവാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. ദ ഡിസൈൻ ഓൺ ദ ഷർട്ട് ഓഫ് എ ബോയ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഹിം. അവൻ്റെ അടുത്തിരിക്കുന്ന ബോയുടെ ഡിസൈൻ ഓഫ് എ ഷർട്ടിൻ്റെ ഡിസൈനൊക്കെ അവന് ഇൻട്രസ്റ്റ് ഉളവാക്കുന്ന കാര്യമാണ്. ഓർ വാട്ട് ഹീ കുഡ് സീ ഔട്ട് ഓഫ് ദ വിൻഡോയുടെ പുറത്തേക്ക് നോക്കിയിരിക്കും. അതും അവന് ഇഷ്ടമാണ് അങ്ങനെ നോക്കിയിരിക്കാൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൻ ആരോടും മിങ്കിൾ ചെയ്തില്ല എങ്കിൽ കൂടിയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവൻ സ്വയം താല്പര്യം കണ്ടെത്തുകയാണ്. In the playground, Chibi would just close his eyes and listen to the wonderful sounds that came from near and far. അപ്പോൾ പ്ലേ ഗ്രൗണ്ടിലെ അവസ്ഥ എന്താണ്? കുട്ടികളുടെ കൂടെ ഒന്നും കളിക്കാൻ പോകുന്നില്ല. സോ ചിബി ഒരു സ്ഥലത്ത് മാറിയിരുന്നിട്ട് അവൻ്റെ കണ്ണുകൾ അടച്ച് ചെവികൾ തുറന്നു പിടിച്ച് പ്രകൃതിയിലെ സൗണ്ട്സ് എല്ലാം ആസ്വദിക്കും. ദറ്റ് കെയിം ഫ്രം നിയർ ആൻഡ് ഫാർ. ദൂരെ നിന്നുള്ള സൗണ്ട്സും അടുത്തു നിന്നുള്ള സൗണ്ട്സ് എല്ലാം അവനിങ്ങനെ കേൾക്കും. ആൻഡ് ഹീ കുഡ് ഹോൾഡ് ആൻഡ് വാച്ച് ഇൻസെക്ട്സ്. അവനിങ്ങനെ ഈ ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടല്ലോ,
പ്രാണികൾ, പലതരം പ്രാണികളുണ്ടാവും. അതിനെയൊക്കെ പിടിക്കും, എന്നിട്ട് അതിനെയൊക്കെ നോക്കും. ആൻഡ് ഗ്രാബ്സ് ദാറ്റ് മോസ്റ്റ് ഓഫ് us വുഡിൻ ടച്ച് ഓർ ഈവൻ ലുക്ക് അറ്റ് ഇറ്റ്. ചിലതൊക്കെ അവൻ തിന്നും, ഭക്ഷിക്കും. ഗ്രബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക, തോണ്ടുക, അങ്ങനെ പല മീനിങ്സ് ഉണ്ട്. ഇവിടെ ഭക്ഷിക്കും, അവൻ അതിനെ കഴിക്കും. ദാറ്റ് മോസ്റ്റ് ഓഫ് us വുഡിൻ ടച്ച് ഓർ ഈവൻ ലുക്ക് അറ്റ് ഇറ്റ്. നമ്മളതിനെ ഒന്ന് തൊടാനോ അല്ലെങ്കിൽ ഈവൻ ഒന്ന് നോക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള ഇൻസെക്ട്സിനെ അവൻ ചിലപ്പോഴൊക്കെ ഭക്ഷിക്കാറുണ്ട്. എവ്രി വൺ കോൾഡ് ഹിം സ്ലോ പോക്ക്. എന്താ സ്ലോ പോക്ക് എന്ന് പറഞ്ഞാൽ? മന്ദഗതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ സ്ലോ പോക്ക് എന്ന് പറയുന്നത്. അതായത് സ്ലോ ആയിട്ട് ഒരു കാര്യത്തിനും ഒരു സ്പീഡും ഇല്ലാതെ ആടിത്തൂങ്ങി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെയാണ് സ്ലോ പോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈവൻ ദ ചിൽഡ്രൻ ഇൻ ദ ലോവർ ക്ലാസ്സസ് ഓൾസോ കോൾഡ് ഹിം സ്ലോ പോക്ക്. അപ്പോൾ താഴ്ന്ന ക്ലാസ്സിലെ, ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ പോലും അവനെ സ്ലോ പോക്ക് എന്ന് വിളിച്ചിരുന്നു. ബട്ട് സ്ലോപോക്ക് ഓർ നോട്ട്, ചിബി കെയിം ട്രഡ്ജിങ് ടു സ്കൂൾ എവറി ഡേ. സ്ലോപോക്കോ എന്ത് വേണേലും ആയിക്കോട്ടെ, ചിബി കെയിം ട്രഡ്ജിങ് ടു സ്കൂൾ എവറി ഡേ. എല്ലാ ദിവസവും സ്കൂളിലേക്ക് ചിബി വന്നിരുന്നു. എങ്ങനെയാണ് വന്നിരുന്നത്? ക്ഷീണിച്ച് അവശനായി ഹെവി സ്റ്റെപ്സോടുകൂടി, എന്തോ വലിയ പണിയൊക്കെ എടുത്തിട്ട് വരുന്നത് പോലെയാണ് ചിബി സ്കൂളിലേക്ക് വന്നിരുന്നത്. ഹി ഓൾവേസ് ബ്രോഡ് ദ സെയിം ലഞ്ച്, എ ബോൾ ഓഫ് റൈസ് റാപ്ഡ് ഇൻ എ റാഡിഷ് ലീഫ്. അവൻ എപ്പോഴും കൊണ്ടുവന്നിരുന്നത് സെയിം ലഞ്ചാണ്. എന്താ ലഞ്ചിന് വേണ്ടിയിട്ട് അവനുള്ളത്? അവന് ഒരു ബോൾ ഓഫ് റൈസ് ആണ്, കുറച്ച് ചോറ് ഉരുട്ടി കൊണ്ടുവരും അല്ലേ. എന്തിലാണ് കൊണ്ടുവരുന്നത്? റാഡിഷ് ലീഫിൽ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. റാഡിഷ് എന്ന് പറഞ്ഞാൽ മുള്ളങ്കി. അപ്പം റാഡിഷിൻ്റെ ആ ലീഫിൽ, ഇലയിൽ റാപ്പ് ചെയ്ത് പൊതിഞ്ഞിട്ടാണ് അവൻ സ്കൂളിലേക്ക് ലഞ്ച് കൊണ്ടുവരുന്നത്. ഈവൻ വെൻ ഇറ്റ് റെയിൻഡ് ഓർ സ്റ്റോംഡ് ഹി സ്റ്റിൽ കെയിം ട്രഡ്ജിങ് എലോങ്. മഴ പെയ്താലും കൊടുങ്കാറ്റുണ്ടായാലും ഒക്കെ അവനിങ്ങനെ ക്ഷീണിച്ച് അവശനായിട്ടാണ് സ്കൂളിലേക്ക് എത്തുന്നത്. ഹി വുഡ് ദെൻ ബി റാപ്ഡ് ഇൻ എ റെയിൻ കോട്ട് മെയ്ഡ് ഫ്രം സീബ്ര ഗ്രാസ്. പക്ഷേ മഴ പെയ്യുമ്പം അവനിൽ ഒരു മാറ്റം ഉണ്ടാവും. എന്താണ്? അവൻ റെയിൻ കോട്ട് ഇടും. എന്തുകൊണ്ടാണ് ഈ റെയിൻ കോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? റെയിൻ കോട്ട് ഈസ് മെയ്ഡ് ഫ്രം സീബ്ര ഗ്രാസ്. സീബ്ര ഗ്രാസും കൊണ്ട്, ഒരു തരം പുല്ലാണ്, ആ പുല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു റെയിൻ കോട്ടാണ് അവൻ ധരിക്കുന്നത്. 5 years went by and we were in the 6th grade, the last class in school. അപ്പം 1ാം ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ഫ്ലാഷ് ബാക്ക് പോലെ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 5 വർഷങ്ങൾ കടന്നുപോയി. അവർ 6ാം ക്ലാസ്സിലെത്തി. ലാസ്റ്റത്തെ ക്ലാസ്സാണ്, ആ സ്കൂളിലെ ലാസ്റ്റത്തെ ക്ലാസ്സാണ്. 6ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളാണ്. അവർ ന്യൂ ടീച്ചർ മിസ്റ്റർ ഇസോബ് വാസ് എ ഫ്രണ്ട്ലി മാൻ വിത്ത് എ കൈൻഡ് സ്മൈൽ. അപ്പം ഞങ്ങളുടെ പുതിയ ടീച്ചർ മിസ്റ്റർ ഇസോബ് എന്നാണ് പേര്. അദ്ദേഹം ഒരു കൈൻഡ് ആയിട്ടുള്ള, ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു ടീച്ചറായിരുന്നു. കൈൻഡ് സ്മൈലൊക്കെ ഫേസിലുള്ള, നല്ല എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി കാണുന്ന ഒരു ടീച്ചറായിരുന്നു. ഇറ്റ് വാസ് മിസ്റ്റർ ഇസോബ് ഹു ചേഞ്ച് ദ വേ വി ലുക്ഡ് അറ്റ് ചിബി. അപ്പം ഞങ്ങളിങ്ങനെ ഒരു സ്ട്രേഞ്ചറെ പോലെയായിരുന്നു എപ്പോഴും ചിബിയെ നോക്കിയിരുന്നത്. ചിബീനെ കളിക്കാനൊന്നും കൂട്ടുകയില്ലായിരുന്നു. ഒരു സ്ട്രേഞ്ചർ, ഡിഫറെൻ്റ് ആയിരുന്നല്ലോ ചിബി. അതുകൊണ്ട് തന്നെ ആ ഒരു വേയിലായിരുന്നു ഞങ്ങൾ ചിബിയെ നോക്കി കണ്ടിരുന്നത്. പക്ഷേ ഇസോബ് സാറാണ് ഞങ്ങളെ അങ്ങനെ നോക്കരുത്, ചിബിയും നിങ്ങളിൽ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ തിരുത്തി തന്നത്. മിസ്റ്റർ ഇസോബ് ഓഫൺ ടുക്ക് ഹിസ് ക്ലാസ് ടു ദ ഹിൽ ടോപ്പ് ബിഹൈൻഡ് ദ സ്കൂൾ. സ്കൂളിന് പുറകിലുള്ള ഒരു കുന്നിൻ ചെരുവിലേക്ക് ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റർ ഇസോബ് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. ഹി വാസ് പ്ലീസ്ഡ് ടു ലേൺ ദാറ്റ് ചിബി ന്യൂ ഓൾ ദ പ്ലേസസ് വെയർ ദ വൈൽഡ് ഗ്രേപ്സ് ആൻഡ് വൈൽഡ് പൊട്ടറ്റോസ് ഗ്രൂ. അപ്പോൾ കാട്ടുമുന്തിരിയും ഉരുളക്കിഴങ്ങും ഒക്കെ വളരുന്ന സ്ഥലങ്ങൾ കൃത്യമായിട്ട് ചിബിക്ക് അറിയാമായിരുന്നു. അപ്പോൾ അതൊക്കെ അറിഞ്ഞപ്പോൾ മിസ്റ്റർ ഇസോബിന് വളരെയധികം സന്തോഷം തോന്നി. ഹി വാസ് അമേസ്ഡ് ടു ഫൈൻഡ് ഹൗ മച്ച് ചിബി ന്യൂ അബൌട്ട് ഓൾ ദ ഫ്ലവേഴ്സ് ഇൻ അവർ ക്ലാസ് ഗാർഡൻ. അപ്പം ഞങ്ങളുടെ ക്ലാസ് ഗാർഡനിലുള്ള ഫ്ലവേഴ്സിനെ കുറിച്ച് എല്ലാം ചിബിക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞപ്പോൾ മിസ്റ്റർ ഇസോബിന് വളരെയധികം സന്തോഷവും അത്ഭുതവും ഒക്കെ തോന്നി. He liked the Chibi's black and white drawings and tagged them upon the wall for everyone to see. അദ്ദേഹത്തിന് ചിബിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ്സ് ഒക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ആൻഡ് ടാഗ് ദം അപ്പോൺ ദ വാൾ ഫോർ എവ്രി വൺ ടു സീ. എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം അത് ഭിത്തിയിൽ ആണിയടിച്ച് തൂക്കിയിട്ടു. ടാഗ്ഡ് എന്ന് പറഞ്ഞാൽ ആണിയടിച്ച് തൂക്കുക. ഹി ഓൾസോ ഹാഡ് നോ കംപ്ലയിൻസ് അബൌട്ട് ചിബീസ് ഹാൻഡ് റൈറ്റിംഗ്. ചിബിയുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ചും ഒരു പരാതിയും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഓൺലി ചിബി കുഡ് റീഡ് ഇറ്റ്. ചിബിക്ക് മാത്രമേ അത് വായിക്കാൻ പറ്റുമായിരുന്നുള്ളൂ.
മിസ്റ്റർ ഇസോപ്പ് ടാഗ്ഡ് സം ഓഫ് വാട്ട് ചിബി റോട്ട് ഓൺ ദ വാൾ. ചിബി വാളിൽ എഴുതിയിരിക്കുന്ന കുറച്ചൊക്കെ കാര്യങ്ങൾ മിസ്റ്റർ ഇസോപ്പിന് മനസ്സിലാക്കാൻ പറ്റി. അദ്ദേഹം അത് പകർത്തി എഴുതി. ആൻഡ് ഹി ഓഫൺ സ്പെൻഡ് ടൈം ടോക്കിംഗ് ടു ചിബി വെൻ നോ വൺ വാസ് അറൗണ്ട്. ആരും അടുത്തില്ലാതിരുന്ന സമയത്ത് മിസ്റ്റർ ഇസോപ്പ് ചിബിയുമായിട്ട് സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തി. When Chibi appeared on the stage at the talent show of that year, no one could believe his eyes. അപ്പോൾ ചിബി ആ വർഷത്തെ ടാലൻറ്റ് ഷോയിൽ പങ്കെടുക്കാനായിട്ട് സ്റ്റേജിലേക്ക് കയറി ചെന്നപ്പോൾ ആർക്കും അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ടായില്ല. ഹു ഈസ് ദാറ്റ്? അതാരാണ്? വാട്ട് ക്യാൻ ദാറ്റ് സ്റ്റുപ്പിഡ് ഡു അപ്പ് ദെയർ? ആ സ്റ്റുപ്പിഡ് അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്, ഈവൻ ഫ്രം ദ ടീച്ചേഴ്സ് അല്ലേ. ബട്ട് ദേ വർ അസ്റ്റൗണ്ടഡ് when Mr. Aesop announced that Chibi was going to imitate the cries of crows. മിസ്റ്റർ ഇസോപ്പ് അനൗൺസ് ചെയ്തത് എന്താണ്? ചിബി കാക്കകളുടെ കരച്ചിൽ അനുകരിക്കാൻ പോവുകയാണ്, ഇമിറ്റേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് കേട്ടപ്പോഴത്തേനും എല്ലാവർക്കും അത്ഭുതമായി. ക്രൈസ് ഓഫ് ക്രോസ്, ദേ ഹാഡ് മോർ സർപ്രൈസസ് കമ്മിങ്. കാക്കകളുടെ കരച്ചിൽ അനുകരിക്കാനോ? ചിബിക്ക് അതിനെ കൊണ്ട് സാധിക്കുമോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കാണികളുടെ ഇടയിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരുന്നത്, ഈവൻ ഫ്രം ദ ടീച്ചേഴ്സ് സൈഡ് ഓൾസോ അല്ലേ. കാരണം എന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഏറ്റവും പുറകിലിരിക്കുന്ന ഒരു കുട്ടി ഒരു വരി നിൽക്കാൻ പോലും ഏറ്റവും പുറകിലെ സ്ഥാനം പിടിക്കുന്ന കുട്ടിയാണ്. അതുപോലെ കുട്ടികളുടെ കൂടെ കളിക്കാനോ പ്ലേ ഗ്രൗണ്ടിലൊന്ന് ഇടപഴകാനോ ഒന്നും സാധിക്കാത്ത ഒരു കുട്ടി, ആരുടെയും മുഖത്തു നോക്കാത്ത ഒരു കുട്ടി, അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് എങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് കാക്കകളുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ആകെ ഒരു അങ്കലാപ്പും അതിശയവും അത്ഭുതവും ഒക്കെയായിരുന്നു എല്ലാവരുടെയും ഇടയിൽ. പേര് വിളിച്ചപ്പോഴത്തേനും ചിബി അസെൻഡഡ് ദ സ്റ്റേജ്. ചിബി സ്റ്റേജിലേക്ക് കയറി. ഫസ്റ്റ് ഹി ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് ന്യൂലി ഹാച്ച്ഡ് ക്രോസ്. അപ്പോൾ പുതിയതായി പൊട്ടി വിരിഞ്ഞ കുഞ്ഞു കാക്കക്കുഞ്ഞുങ്ങളുടെ സൗണ്ടാണ് ആദ്യം ഇമിറ്റേറ്റ് ചെയ്തത്. ദെൻ ഹി ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് മദർ ക്രോ, അമ്മക്കാക്കയുടെയും ആൻഡ് ഫാദർ ക്രോ, അച്ഛൻ കാക്കയുടെയും സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തു. ഹി ദെൻ വെൻറ്റ് ഓൺ ടു ഷോ ഹൗ ക്രോസ് ക്രൈഡ് ഏർലി ഇൻ ദ മോർണിംഗ്. അതിരാവിലെ എങ്ങനെയാണ് ക്രോസ് എല്ലാം കരയുന്നത് എന്നുള്ളത് ഇമിറ്റേറ്റ് ചെയ്തു. ഹി ഓൾസോ ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് ക്രോസ് വിച്ച് വെർ ഹാപ്പി ഓർ സാഡ്. അപ്പോൾ ക്രോസ് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ സങ്കടത്തോടെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ അങ്ങനെയൊക്കെയുള്ള കരച്ചിലുകൾ ഇവനിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തു. Everybody's mind was taken to the far mountainside from which Chibi came to the school. അപ്പോൾ ഈ അനുകരണ ശബ്ദങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സ് ആ മലമുകളിലേക്കാണ് പോയത്. എവിടെ നിന്നാണോ ചിബി സ്കൂളിലേക്ക് എല്ലാ ദിവസവും വന്നുകൊണ്ടിരുന്നത്. Now they could imagine exactly the far and lonely place where Chibi lived with his family. അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും ചിബിയുടെ വീടും ആ പരിസരവുമെല്ലാം ഇമാജിൻ ചെയ്യാൻ സാധിച്ചു. ഒരുപാട് ദൂരെ ഏകാന്തമായ ഒരു സ്ഥലത്തായിരുന്നു ചിബിയുടെ വീട്. അത്രയും ദൂരെ നിന്നാണ് ചിബി സ്കൂളിലേക്ക് എല്ലാ ദിവസവും രാവിലെ എത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ട് തിരിച്ചും അത്രയും ദൂരം താണ്ടിയാണ് ചിബിക്ക് വീട്ടിലേക്ക് എത്തേണ്ടിയിരുന്നത്. ദെൻ മിസ്റ്റർ ഇസോപ്പ് എക്സ്പ്ലെയിൻഡ് ഹൗ ചിബി ഹാഡ് ലേൺഡ് ദോസ് കോൾസ്. അപ്പോൾ ഈ അനുകരണ ശബ്ദങ്ങളൊക്കെ ചിബി എങ്ങനെയാണ് പഠിച്ചത് എന്നുള്ള കാര്യം മിസ്റ്റർ ഇസോപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുവാണ് അവിടെ കൂടിയിരുന്ന കാണികളോട്. ലീവിങ് ഹിസ് ഹോം ഫോർ സ്കൂൾ അറ്റ് ഡോൺ. അപ്പോൾ അതിരാവിലെ തന്നെ സ്കൂളിലേക്ക് അവൻ വീട്ടിൽ നിന്നും ഇറങ്ങും സ്കൂളിലേക്ക് പോകാനായിട്ട്. ആൻഡ് റിട്ടേണിങ് അറ്റ് സൺസെറ്റ് എവ്രി ഡേ. അപ്പോൾ എല്ലാ ദിവസവും ഏകദേശം സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോഴത്തേനുമാണ് വീട്ടിലെത്തുന്നത്. അതായത് ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തുക. ഫോർ 6 long years. അപ്പോൾ 6 വർഷത്തോളം അവൻ ഈ റൊട്ടീൻ തുടർന്നുകൊണ്ടിരുന്നു. എവ്രി വൺ ഓഫ് us cried. ഞങ്ങളെല്ലാവരും തന്നെ കരഞ്ഞു. തിങ്കിങ് ഹൗ മച്ച് വി ഹാഡ് ബീൻ wrong to Chibi all those long years. ഈ കഴിഞ്ഞ വർഷങ്ങൾ അത്രയും തെറ്റാണല്ലോ ചിബിയോട് ചെയ്തത് എന്നോർത്തിട്ട് ഞങ്ങളെല്ലാവരും കരഞ്ഞു. കാരണം അവരുടെ കൂടെ കൂട്ടുകയോ അല്ലെങ്കിൽ അവനോടൊന്നും മിണ്ടാൻ പോവുകയോ ഒന്നും ചെയ്തില്ല. ഒരു സ്ട്രേഞ്ചറിനെ കാണുന്നത് പോലെയായിരുന്നു ചിബിയെ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഓർത്തപ്പോൾ എല്ലാവർക്കും സങ്കടമായി. ഈവൻ ഗ്രോൺ അപ്സ് വൈപ്ഡ് ദെയർ ഐസ് സേയിങ് യെസ് ഹി ഈസ് വണ്ടർഫുൾ. അപ്പം വലുതായവർ പോലും അവരുടെ കണ്ണൊക്കെ തുടച്ചു. എന്നിട്ട് പറഞ്ഞു ഹി ഈസ് വണ്ടർഫുൾ എന്ന് പറഞ്ഞു. Chibi was the only one in our class honored for perfect attendance through all the 6 years. അപ്പോൾ പെർഫെക്റ്റ് അറ്റൻഡൻസ് കിട്ടിയ ഞങ്ങളുടെ ക്ലാസ്സിലെ ഏക കുട്ടിയായിരുന്നു ചിബി. ചിബി സ്റ്റിൽ കെയിം ടു ദ വില്ലേജ് ടു സെൽ ദ ചാർക്കോൾ ഹി ആൻഡ് ഹിസ് ഫാമിലി മെയ്ഡ്. അപ്പോൾ ചിബി ഇപ്പോഴും വില്ലേജിലേക്ക് വരും. അവൻ്റെ ഗ്രാമത്തിൽ നിന്നും അവൻ്റെ ആ ഫാർ അവേ പ്ലേസിൽ നിന്നും വില്ലേജിലേക്ക് വന്നിട്ട് ചാർക്കോൾ വിൽക്കും. ഹി ആൻഡ് ഹിസ് ഫാമിലി മെയ്ഡ്. അവനും അവൻ്റെ ഫാമിലിയും ഉണ്ടാക്കിയിരുന്ന ചാർക്കോൾ വിൽക്കും.
ചാർക്കോൾ എന്ന് പറഞ്ഞാൽ കരിയാണ്. കരി അവർ വില്ലേജിൽ കൊണ്ടുവന്നാണ് വിൽക്കുന്നത്. ബട്ട് നോബഡി കോൾഡ് ഹിം ചിബി എനിമോർ. പിന്നീട് ഒരിക്കലും അവനെ ചിബി എന്ന് ആരും വിളിച്ചിരുന്നില്ല. വി ഓൾ കോൾഡ് ഹിം ക്രോ ബോയ്. ഞങ്ങളെല്ലാവരും അവനെ വിളിച്ചിരുന്നത് ക്രോ ബോയ് എന്നാണ്. ഹൈ ക്രോ ബോയ് എന്ന് എല്ലാവരും വിളിക്കും. കാരണം വെച്ചാൽ അവൻ കാക്കയുടെ ശബ്ദം അനുകരിച്ചു. സോ അങ്ങനെ അടുത്ത നിക് നെയിം വീണു, അതാണ് ക്രോ ബോയ്. വി സ്റ്റിൽ ഹേർഡ് ഹിസ് ഇമിറ്റേഷൻ ഓഫ് എ ഹാപ്പി ക്രോ ആസ് ഹി റിട്ടേൺ ഹോം എലോങ് ദ മൗണ്ടൻ റോഡ്. അവനിങ്ങനെ മലയുടെ സൈഡിലൂടെയുള്ള റോട്ടിൽ കൂടെ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ സ്റ്റിൽ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഒരു ഹാപ്പി ക്രോയുടെ ശബ്ദം. അവനിൽ നിന്നും പുറപ്പെടുന്ന ഹാപ്പി ക്രോയുടെ ശബ്ദം സ്റ്റിൽ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ കഥയിലെ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണെന്ന് മിസ്റ്റർ ഇസോബാണോ ചിബിയാണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചിബിക്ക് നല്ലൊരു ടീച്ചറെയാണ് കിട്ടിയത്. മിസ്റ്റർ ഇസോബാണ് ചിബിയുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവന്നതും അവന് മറ്റുള്ളവരുടെ മുന്നിൽ പെർഫോം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തതും മിസ്റ്റർ ഇസോബാണ്. സ്റ്റോറി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്